എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പറയാം. ഉപ്പും മുളക് സീരിയലിലെ നമ്മുടെ ബാലു ഏട്ടനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടൻ ചേട്ടനും നമ്മുടെ അതിലെ തന്നെ ഒരു നായികയോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നും പറഞ്ഞിട്ട് ന്യൂസ് വന്നപ്പോൾ അത് മിക്ക ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് ചാനലുകളിലാണ് വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഉപ്പും മുളകും സീരിയലിലെ ബാലു എന്ന് പറയുന്ന കഥാപാത്രത്തെയൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. അതിലെ ഏറ്റവും നല്ല രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ ബാലു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലുവിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് കുറേയേറെ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും അല്ല വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ന്യൂസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, ന്യൂസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ സഹോദരൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എന്നെ വിമർശിക്കുകയുണ്ടായി. വിമർശിച്ചതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അദ്ദേഹം റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരെ വിമർശിക്കാറില്ലേ, അതുകൊണ്ട് അത് ഞാൻ ആ ഒരു സ്പിരിറ്റിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് എനിക്ക് ചങ്ക ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കൊരു ഉറപ്പുകേടുമില്ല സഹോദര. എനിക്കെന്താ പ്രശ്നം? എനിക്കങ്ങനെ ഒരു മനക്കരുത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ ഞാൻ ഒരിക്കലും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് സഹോദരൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ ജഡ്ജ് ചെയ്തു, ഞാൻ തന്നെ ഈ പറയുന്ന ഞാൻ തന്നെ ഈ ആ കഥാപാത്രം ഉണ്ടല്ലോ ബാലു കുട്ടൻ, അവർക്ക് ഞാൻ തന്നെ വിധിച്ചു, അവരെ ഞാൻ തന്നെ ശിക്ഷാവിധിയൊക്കെ ചെയ്തെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഞാൻ ചില വീഡിയോകൾ ഞാൻ കേൾപ്പിച്ചു തരാം. അവർക്ക് വീഡിയോ ചെയ്യാമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ യൂട്യൂബേഴ്സിന് മാത്രം വീഡിയോ ചെയ്യാൻ പറ്റില്ലേ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒന്നും വിമർശിക്കാനുള്ള അവകാശമില്ലേ? അപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുക ഈ ഒരു സംഭവത്തിന് പറ്റി. അതിനുശേഷം മറ്റു പലരും ഇട്ടിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അതിൻ്റെയൊക്കെ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറയുക. ലൈംഗിക ആരോപണം സീരിയൽ നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കാണ് സീരിയൽ നടിയുടെ ആരോപണം വന്നിരിക്കുന്നത്. നേരത്തെ ഏമാൻ കമ്മിറ്റിയിൽ ഈ സീരിയൽ നടി ആരോപണം പറഞ്ഞിരുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും തൃക്കാക്കര പോലീസ് ഇത് സംബന്ധിച്ച നടപടികൾ തുടങ്ങി. ഇൻഫോർമാർക്ക പോലീസ് സ്റ്റേഷനിലെ FIR ആയി ബിജുവിനും ശ്രീകുമാറിനുമെതിരെ 1-2 പ്രതികളായിട്ടാണ് FIR എടുത്തിരിക്കുന്നത്. കേരളത്തിലെ സീരിയൽ രംഗത്തെ ഏറ്റവും മുടിചൂടാൻ മന്നന്മാരായ ഈ നടന്മാര് കാണിച്ച അതിക്രമം, ലൈംഗിക അതിക്രമത്തിനെതിരായിട്ടാണ് കേസ്. ബിജു സോപാനം നല്ല ആർട്ടിസ്റ്റാണ്, നല്ല നടനാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനാണ്. കുടുംബ സദസ്സുകളിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. ശ്രീകുമാർ SP-യുടെ അഭിനയം തെറ്റില്ല, ഇയാളോടൊപ്പം അയാളും ഈ സീരിയൽ രംഗത്ത് ശോഭിക്കുന്ന 2 താരങ്ങളാണ്. പക്ഷെ അവരുടെ പ്രവൃത്തിയിലെ ചില അപാകതകൾ കണ്ടെത്തി ഒരു നടി ഏതായാലും ലൈംഗിക അതിക്രമത്തിന് ഏമാ കമ്മിറ്റി മുമ്പാകെ പോയി പരാതി പറഞ്ഞിരുന്നു. ഇപ്പോൾ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. ഏമാ കമ്മിറ്റിയിലെ പല കേസുകളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അവരാണ് അന്വേഷിക്കുന്നത്. അവർ ഈ അന്വേഷണം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. സീനിയർ നടി ഏമാ കമ്മിറ്റി മുമ്പ് അന്നേ കൊടുത്ത പരാതിയിൽ FIR ആകുന്നത് ഇപ്പോഴാണ്. ഇവർക്ക് രണ്ടുപേർക്കെതിരായി FIR-ല് അവര് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവര് ഡ്രസ് മാറുന്നിടത്തോടെയോ മൊബൈലോ ക്യാമറ വെച്ച് അവരുടെ ഫോട്ടോ എടുത്തു എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് 376 റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത്. ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന അവര് ഡ്രസ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തുന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം ഉണ്ടായപ്പം
അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ SP ആ നടിയെ ഭീഷണിപ്പെടുത്തി. തീർച്ചയായിട്ടും ആ ഭീഷണി ഇൻറ്റിമിഡേഷനാണ്, ഭീഷണിയാണ്. അത് 506(2) വകുപ്പിനകത്ത് വരും. ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല. അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു. കാരണം ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങള് നമ്മൾ വിചാരിക്കും ഒരു കളിക്കൊക്കെ കാണിക്കുന്ന ഒരു തമാശ രീതിയിലൊക്കെ ആയിരിക്കാം അവതരിപ്പിക്കുന്നതെങ്കിലും അവരെ കയറി പിടിച്ചെന്നും അവരെ റേപ്പ് ചെയ്തെന്നും ആരോപണമില്ല. അതേസമയത്ത് അവരുടെ പ്രൈവസിക്കെതിരായിട്ട് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ടുപേരെ കേസെടുക്കും. കോടതിക്ക് ബെയിൽ കൊടുക്കാൻ വേണമെങ്കിൽ, കാരണം റേപ്പിലോട്ടൊന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്ന കാര്യങ്ങള്. എന്റെ FI സ്റ്റേറ്റ്മെന്റിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല. ഇനി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്തരം കാര്യങ്ങളാണ്. രണ്ട് നടന്മാർക്കെതിരായിട്ട് അതിശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അവര് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സിനിമാ രംഗത്തും അതുപോലെ സീരിയൽ രംഗത്തും സ്വതന്ത്രമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ജനറലായിട്ടുള്ള ആരോപണമാണ്. കേരളം മുഴുവൻ നിലനിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട്. എങ്കിലും ഒരു ഉന്നത പദവി നടനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം വളരെയധികം സൂക്ഷിക്കണം എല്ലാ കലാകാരന്മാരും, സിനിമാ നടന്മാരും സീരിയൽ നടന്മാരും ഒക്കെ ലീഡ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവും. അത് ഇന്ത്യൻ സിനിമാ രംഗത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ്. പിന്നെ സീരിയലില് പലരും വിളിക്കാതെയാവും, അല്ല സിനിമയിൽ വിളിക്കാതെയാവും. കേസുമായിട്ട് കോടതി വരാതെ നിരക്കേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവത്തിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് മലയാള നടനായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടൻ ദിലീപിന് എത്രയോ വർഷങ്ങളായിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഉള്ള അപ്പോ ഈ സംസാരിച്ച ആള് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മുൻ SP ആണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും ഈ പറയുന്ന സഹോദരനെ പ്രതികരിക്കാനായിട്ട് ഉണ്ടോ? അതോ ഈ ഞാൻ പറഞ്ഞതിൽ മാത്രമേ ഇദ്ദേഹത്തിന് പ്രതികരിക്കാനായിട്ട് വല്ലതും ഉള്ളോ? ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കിന് എന്തായിരിക്കും, ഏത് രീതിയിലായിരിക്കും? ഇനി പുതിയൊരു വീഡിയോ കൊണ്ടുവരുമോ? അത് എന്തെങ്കിലും ആവട്ടെ. ഞാൻ ഇനിയും കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ സ്വയം ഉണ്ടാക്കി പറഞ്ഞ രീതിയിലാണല്ലോ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്നെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനല്ല ഇത് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കണ്ടേ? ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവാം കേട്ടോ. എന്ന് നടിയെ ചിലർ ഉപദേശിച്ചു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉപ്പും മുളകും എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതരാണ് ബിജു സോപാനവും SP ശ്രീകുമാറും. ഇപ്പോൾ ഈ രണ്ട് നടന്മാർക്കെതിരെയും ഒരു പീഡനാരോപണത്തിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നു. ക്രൂരമായ ലൈംഗിക പീഡനമാണ് ഒരു നടനെതിരെ ചുമത്തിയിരിക്കുന്നത്. മറ്റേ നടൻ ഭീഷണിപ്പെടുത്തുകയും തനിക്ക് വഴങ്ങണമെന്ന് നടിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിലവിൽ കേസ് കൊച്ചി തൃക്കാക്കര പോലീസിന് കൈമാറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ സീരിയൽ നടിയുടെ കേസും അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇരുവർക്കുമെതിരെ ഉയർന്നിരിക്കുന്ന പീഡന പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് ഈ അടുത്ത കാലത്ത്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല ആരോപണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ അവയ്ക്കൊക്കെ വളരെയേറെ കാലത്തിന്റെ പഴക്കമുണ്ട്. നടന്മാരുടെ പീഡന ശ്രമത്തെ തുടർന്ന് പിന്നീട് സീരിയൽ പോലും വേണ്ടെന്ന് വെക്കുന്ന തലത്തിലെത്തി നടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രൂക്ഷമായ ആരോപണം ഈ നടന്മാർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. സീരിയൽ ചിത്രീകരണത്തിനിടയിലാണ് അതിക്രമം നടന്നു എന്ന പരാതി ഉയർന്നത്. സീരിയൽ ചിത്രീകരണത്തിനിടയിൽ നടിയോട് തങ്ങൾക്ക് വഴങ്ങണമെന്ന് ഈ നടന്മാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇവരിൽ ഒരു നടൻ നടിയെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്നും ഈ നടന്മാർ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് സൂചനകൾ നൽകുന്നു. സീരിയൽ രംഗത്ത് നിലനിൽക്കണമെങ്കിൽ തങ്ങൾക്ക് വഴങ്ങണമെന്നാണ് നടന്മാർ ഈ നടിയോട് ആവശ്യപ്പെട്ടത്. പിന്നാലെ ഒരു നടന്റെ ക്രൂരമായ പീഡനം. സീരിയൽ രംഗത്തും സിനിമയ്ക്ക് സമാനമാണ് സാഹചര്യമെന്നും വ്യക്തമാക്കുന്നതാണ് ഈ പുറത്തുവരുന്ന സംഭവങ്ങൾ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഇന്നലെയാണ് സീരിയൽ സെറ്റിൽ നടിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സീരിയൽ താരങ്ങളായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തത്. വാർത്ത നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ പടർന്നു കത്തി. എന്നാൽ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഇനിയും ഇത്തരമൊരു വാർത്ത വിശ്വസിക്കാനായിട്ടില്ല. ഞങ്ങളുടെ ബാലുവും കുട്ടുമാവനൊന്നും അത്തരക്കാരല്ല, ഇതൊരു വ്യാജ പരാതി മാത്രമാണ് എന്ന് തറപ്പിച്ച് പറയുകയാണ് ഉപ്പുമുളകിന്റെ ഒരു കൂട്ടം ആരാധകർ.
നിവിൻ പോളിക്ക് സംഭവിച്ചതുപോലെ ഒരു വ്യാജ പരാതിയാകാനാണ് സാധ്യതയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. കേട്ടില്ലേ? ഇത് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ചാനലല്ല, ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ന്യൂസ് ചാനൽ ഒന്നടങ്കം പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ന്യൂസുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ന്യൂസ് കേൾക്കുമ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് പോയി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വരുന്നതല്ല. ഇനിയും കേൾപ്പിച്ച് തരാം. മാതൃഭൂമി ന്യൂസിലും ഏഷ്യാനെറ്റ് ന്യൂസിലും അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ ന്യൂസ് ചാനലുകളിലും വന്ന് ഞാൻ ഇതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് കിട്ടുമ്പോൾ ചാടിക്കയറി അതിങ്ങ് എടുത്തുകൊണ്ട് വന്നങ്ങ് വീഡിയോ ആക്കുന്ന ആളല്ല ഞാൻ. അത് മറ്റ് പല ചാനലുകളിലും കയറി നോക്കും അത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാനത് വീഡിയോ ആക്കുന്നത്. അത് ആദ്യം എന്നെ വിമർശിച്ച ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ, ഞാൻ ആളിൻ്റെ പേരൊന്നും പറയുന്നില്ല, ആ ആൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അങ്ങനെയാണ് ഇടുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ ഈ ഉപ്പുമുളവിലെ ബാലുവിനെ അറിയില്ല, കുട്ടനെ അറിയില്ല. എനിക്ക് അവരോടൊന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യവും ഇല്ല. ഞാൻ അവരുടെ എപ്പിസോഡുകളൊക്കെ നേരത്തെ കണ്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അവർ നല്ല ആർട്ടിസ്റ്റ് അല്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. പിന്നെ വിമർശിക്കുന്നവരെ വെറും നട്ടലൊടിക്കുന്ന രീതിയിലുള്ള ഈ ഒരു സംസാര രീതി ഉണ്ടല്ലോ, അത് ഞാനൊരു ലേഡി ആയതുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് ഈ പറയുന്ന ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെ പറ്റി, ആ ഒരു SP ഒക്കെ പറ്റിയിട്ട് താങ്കൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എന്നെ പറഞ്ഞതുപോലെയുള്ള രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതിന്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ചങ്കുറപ്പുണ്ടെങ്കിൽ നിങ്ങളിട്ട ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ മറുപടി നൽകണമെന്ന്. എനിക്കൊരു ചങ്കുറപ്പിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മനസ്സിലായില്ലേ? പ്രഗത്ഭരായ ഈ വ്യക്തികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. താങ്കളൊരു കാര്യം ചെയ്യൂ. താങ്കൾക്ക് നല്ല ചങ്കുറപ്പുണ്ടല്ലോ. താങ്കൾ വന്നിട്ട് ഇവരിട്ടതിനെ എടുത്ത് ഇതുപോലെ ഊക്കി വീഡിയോ ചെയ്ത് കാണിക്കുക സഹോദര. ഞാനും കാണട്ടെ താങ്കളുടെ ചങ്കുറപ്പ്. ഈ DGP ഒക്കെ ചെയ്തതിൻ്റെ, DGP അല്ല SP ആണ്, മുൻ SP, അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ട് താങ്കൾ ചെയ്തതുപോലെ ചെയ്ത് നോക്ക്. ഇപ്പോൾ ഞാൻ അത്ര ഫേമസ് ഒന്നും അല്ല, പക്ഷേ ഇദ്ദേഹമൊക്കെ അതുപോലെയൊന്നും അല്ലല്ലോ. മലയാളി വാർത്ത ഇൻസൈഡ്, ഏഷ്യാനെറ്റ് ന്യൂസ്, 24 ന്യൂസ്, ഞാൻ പറഞ്ഞുതരാം, കൈരളി ന്യൂസ്, അതുപോലെ ഒരുപാട് ന്യൂസ് ചാനലുകൾ. ഏത് ന്യൂസ് ചാനലുകൾ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഇത് കാണാൻ പറ്റും, വീഡിയോ കാണാൻ പറ്റും. അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടത്. അല്ലാതെ ഞാൻ പെട്ടെന്ന് ചുമ്മാതെ ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്ന സമയത്ത് എനിക്ക് പൊട്ടിമുളച്ച് എൻ്റെ മനസ്സിലേക്ക് വീണതൊന്നുമല്ല. മനസ്സിലായില്ലേ? പിന്നെ ഇരകളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഞാനിതിനകത്ത് നിങ്ങളുടെ വോയിസ് പോലും വെക്കുന്നില്ല. നിങ്ങളുടെ വോയിസോ നിങ്ങളുടെ ചാനലിൻ്റെ പേരോ ഒന്നും വെക്കുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായില്ലേ? എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ പേരും നാളും വെക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നേരത്തെ എന്നോട് ഭയങ്കര ബഹുമാനമായിരുന്നു, സ്വന്തം പെങ്ങളെപ്പോലെ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എന്നോടുള്ള ഒരു വാത്സല്യമൊക്കെ നിങ്ങൾക്കങ്ങ് മാറിയെന്നു. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്നോടങ്ങനെ നിങ്ങളൊരാൾ എന്നെ വെറുത്ത് കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരാൾക്ക് പകരം മറ്റായിരങ്ങൾ എന്നെ സ്നേഹിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി ആരും ഇല്ലെങ്കിൽ തന്നെയും ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ഒരൊറ്റ ആൾ മതി. ഇനി ഈ ലോകത്ത് ആരും ഇല്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ കൂടെ പറഞ്ഞ സഹോദരനുണ്ട് എനിക്ക്. ഓക്കെ, അതുകൊണ്ട് എനിക്കത് ഒന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മനസ്സിലാവാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇത്രയധികം ആത്മരോഷം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ പറ്റിയൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയധികം ആത്മരോഷം ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെന്താ പറഞ്ഞത്? എൻ്റെ തലമുടി മുട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബുദ്ധി പോയെന്നോ? അതാണോ നിങ്ങൾ പറയുന്നത്? ഇതാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അങ്ങനെ തലമുടി മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വെളിവ് നഷ്ടപ്പെടും. അത് കൊള്ളാമല്ലോ. കൊള്ളാം, നിങ്ങൾ കൊള്ളാം കേട്ടോ. എന്തായാലും നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒന്നുമല്ല. ഇതിനപ്പുറം അപ്പി ബൈജു ഒക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇനി നിങ്ങൾ
മനസ്സിലായില്ലേ? അപ്പി ബൈജുവിനോട് നേർക്ക് നേരെ നിന്ന് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ എനിക്ക് നിങ്ങൾ ഒരു എതിരാളിയേ അല്ല. നിങ്ങൾ അത്രയ്ക്ക് ആത്മരോഷം കൊള്ളേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെപ്പറ്റി വിമർശിച്ചിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ ഞാൻ ഇതിന് പകരമുള്ള വീഡിയോയും കൊണ്ട് വരണമെന്ന്. എനിക്കൊരു ഉറപ്പുകേടുമില്ല സഹോദര. നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് ചാനലുകാർക്ക് മൊത്തം പോയി മറുപടി കൊടുക്കുക. നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കാണിക്കുക. മനസ്സിലായില്ലേ? എല്ലാ ന്യൂസ് ചാനലിലും പോയി നോക്ക്. നമ്മൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു സിനിമാ ഫീൽഡിലോ അല്ലെങ്കിൽ സീരിയൽ ഫീൽഡിലോ നടക്കുന്ന ഒരു ഗോസിപ്പ് ഒരു പത്രത്തിലോ ഒരു ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിലോ ആരെങ്കിലും പബ്ലിഷ് ചെയ്തത് കേട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് ന്യൂസ് ചാനലുകളിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. ഒരു ന്യൂസ് ചാനലിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ന്യൂസ് ചാനൽ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, ബാക്കിയുള്ള ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ ആ ന്യൂസ് പലതിലും ഇതുപോലെ വരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ആരെയും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് ന്യൂസ് ചാനലുകളിൽ ഒരു ന്യൂസ് ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അതവിടെ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അത് റിയാക്ട് ചെയ്യാനുള്ള ഗട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലാതെയല്ല. പിന്നെ ഇരകളുടെ പേര് പറയില്ലെന്ന് നിങ്ങൾ പറയുന്നു. ഇരകളുടെ പേര് പറയുന്നില്ല. പുരുഷന്മാരുടെ പേരാണെങ്കിൽ പറയും, സ്ത്രീകളുടെ പേര് പറഞ്ഞുകൂടാ എന്നൊക്കെ നിങ്ങൾ പറയുന്നു. അത് നിങ്ങൾ എന്നോടല്ല പറയേണ്ടത്. നിങ്ങൾ പോയി കോടതിയോട് പറ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് അറിവുകളും വിവരങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ സ്ത്രീകളുടെ പേര് പറയരുത്, പുരുഷൻ്റെ പേരാണെങ്കിൽ പറയാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? അത് നിങ്ങൾ എന്നോടല്ല പറയേണ്ടത്. അത് നിങ്ങൾ കോടതിയോടാണ് പറയേണ്ടത്. ഇത് എൻ്റെ ഉത്തരവതല്ല. സ്ത്രീകളുടെ പേര് പറയരുതെന്നുള്ളത് കോടതി ഉത്തരവാണ്, നമ്മുടെ ഭരണഘടനയുടെ ഉത്തരവാണ്. ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ പേര് പറയരുത് എന്നുള്ളത്. അതിന് നിങ്ങൾ എന്നോട് ക്ഷോഭിച്ചിട്ട് കാര്യമില്ല. അത് നിയമവ്യവസ്ഥയോട് പോയി പറയൂ. എന്നോടല്ല പറയേണ്ടത്. എന്നോട് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക്. നമ്മുടെ ഭരണഘടന കുറേ നിയമങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭരണഘടന കുറച്ച് അയവ് കാണിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്നതും. പുരുഷന്മാരെ അങ്ങ് താഴ്ത്തിക്കെട്ടിയിട്ട് സ്ത്രീകളെ ഉയർത്തിക്കെട്ടുന്ന ആളൊന്നുമല്ല ഞാൻ. നിങ്ങൾ എൻ്റെ വീഡിയോകൾ പോയി കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുക തന്നെ ചെയ്യും. ഓക്കെ? നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ ഈ വീഡിയോ ഞാൻ ഈ ഉപ്പുമുളവിലെ ഈ ബാലുവിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ? ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് കമൻറ്റ് ചെയ്തത്. അത് ഒന്നോ രണ്ടോ പേര് മാത്രമേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വ്യക്തത വന്നിട്ട് പോരെ എന്നുള്ള രീതിയിൽ ഇട്ടോളൂ. പക്ഷേ ആരും ഒരു ബാഡായിട്ട് ഒരു കമൻറ്റ് പോലും ഇട്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തിനാണ് ഇത്ര ആത്മരോഷം ഉണ്ടാവുന്നത്? എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ആത്മരോഷം ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്ത് ആത്മരോഷം ഉണ്ടായാലും എനിക്കതൊരു പ്രശ്നമല്ല. ഓക്കെ? എൻ്റെ വീഡിയോ അത് എത്രയോ ആളുകൾ കണ്ടു. 1000-ന് മുകളിൽ ആളുകൾ കണ്ടു ഞാൻ ഇന്ന് ഇട്ട ആ ഒരു വീഡിയോ. ഇപ്പോഴും അത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, നല്ല രീതിയിൽ ഓടുന്നുണ്ട്. പക്ഷേ അതിലാരും വിമർശിക്കുന്നില്ല. നിങ്ങൾക്ക് മാത്രം അതിലെന്താണ് വിമർശിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും. നിങ്ങൾ എന്നോട് വെല്ലുവിളിച്ചു, എനിക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മറുപടിയായിട്ട് വരണമെന്ന്. ഞാൻ വന്നു കഴിഞ്ഞു മറുപടിയായിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും. ഈ വന്ന ന്യൂസ് ചാനലുകാരെല്ലാവരും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ വന്ന എല്ലാ ന്യൂസ് ചാനലുകാരുടെയും വീഡിയോ എടുത്തിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യ്. ഓക്കെ? റിയാക്ട് ചെയ്യ്. എല്ലാ വീഡിയോകളുടെയും എനിക്കിതിൽ വന്ന് കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു തരാം. മലയാള മനോരമ ചാനലിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ 24-ന്റെ ന്യൂസ് ചാനലിലുണ്ട്, പിന്നെ അതുപോലെ ഏഷ്യാനെറ്റിൻ്റെതുണ്ട്, കൈരളിയിലതുണ്ട് എന്ന് വേണ്ട ഏതൊക്കെ ന്യൂസ് ചാനലുകളുണ്ടോ അതിലത്രയും ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട്.
ഞാൻ നിങ്ങളെ കാണിച്ച ആ ഒരു 2 ചാനലുണ്ടല്ലോ, ഒരെണ്ണം നമ്മുടെ SP-യുടെ മുൻ SP ആയിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അതേക്കുറിച്ച്. പിന്നെ മലയാളി വാർത്ത ഇൻസൈഡ്, അത് മാത്രമല്ല ഏതൊക്കെ മലയാളം ചാനലുണ്ട് അതിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു വാർത്ത. അതൊക്കെ പോയി എടുത്ത് നോക്കിയിട്ട് റിയാക്ട് ചെയ്യ്, നിങ്ങൾ ചെയ്ത് കാണിക്ക്. നിങ്ങൾ ന്യൂസ് ചാനലുകാരെടുത്ത് പോയി നിങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ പെങ്ങളെന്ന് വിളിച്ചാൽ ഞാൻ ആങ്ങളെന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.